നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. നാളെയാണ് കർക്കിടക വാവ്. മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന ശ്രാദ്ധമാണെങ്കിലും കർക്കിടക ബലി സമസ്ത ജീവജാലങ്ങൾക്കും സമർപ്പിക്കുന്ന ഒരു ശ്രേഷ്ഠ കർമ്മം കൂടിയാണ്. കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധമൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. 7 തലമുറ മുൻപുള്ള ആർക്കെങ്കിലും മോക്ഷം കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൂടി വേണ്ടിയാണ് ബലിയിടുന്നതെന്നാണ് സങ്കല്പം. അജ്ഞാതമായ തലമുറയെ കൂടി ഈ അവസരത്തിൽ ഭക്തിപൂർവ്വം സ്മരിക്കുകയാണ് നമ്മൾ. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കറുത്തവാവ് ദിവസമാണ് പിതൃസ്മരണയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കും യോജ്യമെന്നാണ് സങ്കല്പം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം ചെയ്യുന്ന സന്ദർഭങ്ങൾ രാമായണത്തിൽ പലയിടത്തുമുണ്ട്. വനവാസത്തിനിടെയാണ് പിതാവായ ദശരഥൻ മരിച്ച കാര്യം ശ്രീരാമൻ അറിയുന്നത്. ഓടപ്പിണ്ണാക്കിൽ തേൻ ചേർത്തുണ്ടാക്കിയ അന്നം കൊണ്ടാണ് ശ്രീരാമൻ ഗംഗാനദീ തീരത്ത് പിതാവിന് ശ്രാദ്ധമൂട്ടുന്നത്. ജഡായു മരിച്ചതറിഞ്ഞ് സഹോദരനായ സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠൻ സഹോദരൻ്റെ ആത്മമുക്തിക്കായി ബലിതർപ്പണം നടത്തിയ വിവരം കിഷ്കിന്ധാകാണ്ഡത്തിൽ വിവരിക്കുന്നു. രാവണൻ വധിക്കപ്പെട്ടതിന് ശേഷം അനുജൻ വിഭീഷണൻ ലങ്കയിൽ ജ്യേഷ്ഠനായി ബലികർമ്മങ്ങൾ ചെയ്തു എന്ന് യുദ്ധകാണ്ഡത്തിലും പറയുന്നുണ്ട്. നാം എന്താണോ കഴിക്കുന്നത് അതുതന്നെയാണ് പിതൃക്കൾക്കും സമർപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾക്ക് മരിച്ചു പോയവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരോട് മനസാ നന്ദി പറയുക എന്ന തത്വവും കർക്കിടക വാവ് ബലിക്ക് പിന്നിലുണ്ട്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകതാ പശുത്വം കീടത്വം
भवतु विहगत्वादिजननं सदा त्वत्पादाब्ज स्मरण परमानन्द लहरी विहारासक्तं चेत् हृदयमिह किं तेन वपुषा नरत्वं देवत्वं नगवनमृगत्वं मशकता पशुत्वं कीटत्वं भवतु विहगत्वादिजननं सदा त्वत्पादाब्ज स्मरण परमानन्द लहरी विहारासक्तं चेत् हृदयमिह किं तेन वपुषा. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. പരമമായ ഭക്തിയുടെ മഹിമ എടുത്തു പറയുന്ന ശിവാനന്ദ ലഹരിയിലെ 10ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. പ്രാപ്തമായ ശരീരം ഏതായാലും, അത് മനുഷ്യനായാലും ദേവനായാലും കാട്ടിലോ പർവ്വതത്തിലോ ഉള്ള മൃഗമായാലും ഹൃദയം ഭഗവാന്റെ പാദപത്മങ്ങളെ ഉപാസിച്ച് പരമാനന്ദ ലഹരി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ പരം മറ്റെന്തു വേണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭാഗം സ്വാമിജി വിവരിക്കുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 9ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ഗംഭീരമായ തടാകത്തിലും വിജനമായ ഘോര വിപിനത്തിലും വിശാലമായ ശൈലത്തിലുമൊക്കെ പുഷ്പം തേടി അലയുകയാണ് ജനങ്ങൾ. എന്തിനാ? പൂജ ചെയ്യാൻ, ഭഗവത് പൂജ ചെയ്യാൻ. സാമാന്യമായ അഗാധമായ തടാകത്തിൽ പൂക്കൾ ഉണ്ടാവില്ല എങ്കിൽ പോലും ഇന്ന തടാകത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന താമരപ്പൂവാണിത്. അങ്ങനെ വിദൂരമായ തടാകത്തിൽ നിന്ന് കൊണ്ടുവന്ന താമരപുഷ്പം കൊണ്ടാണ് ഞാൻ ഭഗവാനെ പൂജിക്കുന്നത്. അല്ലെങ്കിൽ അതിഘോരമായ കൊടുങ്കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന പൂക്കളെ കൊണ്ടാണ് ഞാൻ പൂജിക്കുന്നത്. അല്ലെങ്കിൽ അത്യുന്നതമായ അതിവിശാലമായ ഇന്ന പർവ്വതത്തിലെ ഇന്ന ഭാഗത്തുണ്ടായ വിശേഷപ്പെട്ട പുഷ്പമാണിത്. ഹിമാലയത്തിലെ ബ്രഹ്മകമലങ്ങളൊക്കെ പ്രസിദ്ധങ്ങളാണല്ലോ. അപ്പം അങ്ങനെയെല്ലാമുള്ള പുഷ്പങ്ങളെ തേടി പിടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഭഗവാനെ പൂജിക്കുന്നു എന്ന് അഭിമാനിച്ച്, പൂജ പോലും അഭിമാനത്തിന് കാരണമാകുന്ന അവസ്ഥാവിശേഷം വരാം. ഇനി അഭിമാനഹേതുവല്ല, തീർത്തും സമർപ്പണ ഭാവത്തോടു കൂടിയാണ് പൂജിക്കുന്നതെന്ന് വിചാരിക്കുക. കാരണം പ്രിയപ്പെട്ട ഭഗവാന് ഇത്രയും ത്യാഗം സഹിച്ചുള്ള പൂജാപുഷ്പങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ഭാവനയാവാം. അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ സുഖാരാധ്യനാണ്. ഈശ്വരോപാസനയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല? തൻ്റെ മനസ്സാകുന്ന താമര അത് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയേ വേണ്ടൂ. ആ മനസ്സാകുന്ന താമര അർപ്പിക്കുന്നതിനുള്ള ഉപാധികളാണ് ഈ ബാഹ്യങ്ങളായ പുഷ്പങ്ങളൊക്കെ. അപ്പോൾ പൂജ ചെയ്യേണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ല. ബാഹ്യങ്ങളായ പുഷ്പങ്ങളെ കൊണ്ട് പൂജ ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല. അതെല്ലാം മനസ്സാകുന്ന പുഷ്പത്തെ ഭഗവത് പാദത്തിൽ അർപ്പിക്കാനുള്ള ഉപാധികളാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ മനസ്സാകുന്നതിനോട്ട് അർപ്പിക്കുകയില്ല, ബാക്കി എല്ലാത്തിനെയും കഷ്ടപ്പെട്ട് അർപ്പിക്കുകയും ചെയ്യും. എന്ത് പ്രയോജനം? അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹേ ഉമാനാഥ, അല്ലയോ ഉമയുടെ പതിയായ ഹേ പരമേശ്വര, ഏകമായ ചേതസ്സരസിജം അവനവൻ്റെ അന്തഃക്കരണമാകുന്ന താമരയെ
ഭവത്തെ സമർപ്പ്യ, ഭവാനായിക്കൊണ്ട് സമർപ്പിച്ച്, ഇഹ സുഖേന അവസ്ഥാതും, ഇവിടെ ഈ ലോകത്തിൽ സുഖമായ ആനന്ദമായി ഇരിക്കാൻ എന്താ ജനഃ കിം ന ജാനാതി, അഹോ എന്തുകൊണ്ട് അറിയുന്നില്ല, അഹോ കഷ്ടം തന്നെ എന്ന് പറയുക ചെയ്യണത്. തുടർന്ന് നമുക്ക് 10ാമത്തെ ശ്ലോകത്തിലേക്ക്. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാ. പരമമായ ഭക്തിയുടെ മഹിമ എടുത്തു പറയുകയാണ്. നമുക്ക് പ്രാപ്തമാകുന്ന ശരീരം ഏതോ ആയിക്കൊള്ളട്ടെ, അതേത് ശരീരമോ ആകട്ടെ, ഹൃദയം ഭഗവാന്റെ പാദപത്മങ്ങളെ ഉപാസിക്കുന്നതിലുള്ള പരമാനന്ദ ലഹരിയെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരം ഏതായാലെന്താ എന്നുള്ള ഒരു പരാഭക്തൻ്റെ ഭാവമാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. നരത്വം, നരൻ്റെ ഭാവം, മനുഷ്യൻ്റെ ഭാവം, അല്ലെങ്കിൽ ദേവത്വം, ദേവൻ്റെ ഭാവം. താത്പര്യം നമ്മൾ മനുഷ്യരായി ജനിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ ദേവന്മാരായി ജനിക്കട്ടെ, അല്ലെങ്കിൽ നഗവനമൃഗത്വം, നഗമൃഗത്വം, വനമൃഗത്വം. നഗം പർവ്വതം, സഞ്ചരിക്കാത്തതാണ് നഗം, അത് പർവ്വതമാണ്. അപ്പോൾ പർവ്വതത്തിലുള്ള മൃഗങ്ങൾ, പർവ്വതങ്ങളിലുള്ള മൃഗങ്ങളായി ജനിക്കട്ടെ, നഗമൃഗത്വം. അല്ലെങ്കിൽ വനമൃഗത്വം, കാട്ടിലുള്ള മൃഗങ്ങളായി ജനിക്കട്ടെ. അപ്പോൾ കാട്ടിലോ പർവ്വതത്തിലോ എവിടെയെങ്കിലും മൃഗങ്ങളായി ജനിക്കട്ടെ. അല്ലെങ്കിൽ മശകത, കൊതുകിൻ്റെ ജന്മമാകട്ടെ. മശകത്വം, മശകത്വം വെച്ചാൽ കൊതുകിൻ്റെ ഭാവം, കൊതുകായി ജനിക്കട്ടെ. പശുത്വം, ഏതെങ്കിലും പശുവായിട്ട് ജനിക്കട്ടെ, ഏതെങ്കിലും പശു. പശു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഗോവിനെയാണ് പൊതുവെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സംസ്കൃതത്തിൽ പശു ശബ്ദം ഗോവിനെയല്ല. മലയാളത്തിൽ നമ്മൾ മൃഗങ്ങളെന്ന് പറയുന്നതിനെ പൊതുവെ പറയാൻ വേണ്ടി പശു ശബ്ദം ഉപയോഗിക്കാറുണ്ട്. ഇനി സൂക്ഷ്മ വിചാരത്തിൽ പശുത്വം എന്നുള്ളത് ബദ്ധരായ ഭാവത്തെ പറയാൻ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ പൊതുവായിട്ട് മൃഗങ്ങൾ എന്നുള്ള അർത്ഥം എടുത്താൽ മതി. കീടത്വം, അല്ലെങ്കിൽ കീടത്തിൻ്റെ ഭാവം, ചെറിയ കീടങ്ങളായിട്ട് ഷഡ്പദങ്ങളായിട്ടൊക്കെ ജനിക്കുക. വിഹഗത്വാദി ജനനം, അല്ലെങ്കിൽ പക്ഷികൾ, വിഹഗത്വം, വിഹഗ പക്ഷി, വിഹഗത്വം പക്ഷിയുടെ ഭാവം. അങ്ങനെയെല്ലാമുള്ള ജനനം ഭവതു, ഭവിക്കട്ടെ. താത്പര്യം ഞാൻ മനുഷ്യനായിക്കോട്ടെ, ദേവനായിക്കോട്ടെ, കാട്ടിലോ പർവ്വതത്തിലോ ജീവിക്കുന്ന മൃഗമായിക്കൊള്ളട്ടെ, കൊതുകായിക്കൊള്ളട്ടെ, മറ്റു പശുവായിക്കൊള്ളട്ടെ, കീടമായിക്കൊള്ളട്ടെ, പക്ഷിയായിക്കൊള്ളട്ടെ, എങ്ങനെയോ ഞാൻ ജനിച്ചു കൊള്ളട്ടെ, ഒരു വിരോധവും ഇല്ല. എനിക്കിനി വീണ്ടും വീണ്ടും മനുഷ്യജന്മം തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ജന്മമായാലും ഒന്നുമില്ല. പക്ഷേ ജന്മത്തിൽ എന്ത് വേണം? ത്വത് പാദാബ്ജസ്മരണ പരമാനന്ദ ലഹരി വേണം. ഭഗവാനെ, നിൻ്റെ പാദങ്ങളാകുന്ന താമരയെ അനുസ്മരിക്കുന്നത് കൊണ്ടുള്ള പരമാനന്ദ ലഹരി വേണം. അതുണ്ടെങ്കിൽ ഏത് ജീവിതവും ധന്യധന്യമാണെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം അമൃതേശ്വരേ നമഃ. റഷ്യാമുഖാചലത്തിലെ ഒരു കൊടുമുടിയിൽ സുഗ്രീവൻ ഇരിക്കുന്നു. കൂടെ വേറെ 4 വാനരന്മാരുമുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിരുന്നു അവർ. ജ്യേഷ്ഠനായ ബാലി കിഷ്കിന്ധയിൽ നിന്നും അന്യായമായി നാടുകടത്തിയപ്പോൾ സുഗ്രീവൻ്റെ കൂടെ വന്നവർ. പെട്ടെന്ന് സുഗ്രീവൻ പരിഭ്രാന്തനും അസ്വസ്ഥനുമായി കാണപ്പെട്ടു. അതാ 2 യുവാക്കൾ അവരിരിക്കുന്ന കൊടുമുടി കയറുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു.
അതിരറ്റ ഭയം സുഗ്രീവനെ കടന്നു പിടിച്ചു. മല കയറി വരുന്ന ആ 2 യുവാക്കളെ കണ്ട സുഗ്രീവൻ്റെ ബോധം പോകുന്നത് പോലെയായി. സുഗ്രീവൻ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. എന്നിട്ട് പറഞ്ഞു, ദാ നോക്കൂ, മരവുരു ചുറ്റി ഈ ഘോരവനത്തിലൂടെ കയറി വരുന്നവർ ആരാണ്? ചതിയന്മാരായിരിക്കും. തീർച്ചയായിട്ടും ബാലി അവരെ വിട്ടതായിരിക്കും. മരവുരി ധരിച്ചവരാണെങ്കിലും തപസ്വികൾ എങ്ങനെയാണ് വാളും അമ്പും വില്ലും കയ്യിലേന്തി നടക്കുക? തീർച്ചയായിട്ടും ബാലി എന്നെ കൊല്ലാനായി അവരെ വിട്ടതായിരിക്കും. എന്നെ കൊല്ലാതെ എൻ്റെ സഹോദരന് യാതൊരു സമാധാനവും ഉണ്ടാവില്ല. ഹനുമാൻ ശാന്തനായി പറഞ്ഞു, അങ്ങേക്ക് അറിയാമല്ലോ, ബാലിക്ക് ഒരിക്കലും ഈ മലയിൽ കാൽ കുത്താനാകില്ല. ബാലിയുടെ ഒരു സേവകന് പോലും ഈ മലയിൽ പ്രവേശിക്കാനാകില്ല. സുഗ്രീവൻ പറഞ്ഞു, നിനക്കും പേടിയാകും ഹനുമാനെ. നിന്റെ സ്വന്തം ആങ്ങള നിന്റെ ജീവന് വേണ്ടി കൊതിച്ചിരുന്നെങ്കിൽ. ഹൃദയവേദന കൊണ്ട് സുഗ്രീവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പി. ഹനുമാൻ വീണ്ടും സൗമ്യതയോടെ പറഞ്ഞു, പക്ഷേ ബാലിക്കോ അവൻ്റെ ആളുകൾക്കോ ഋഷമൂകാചലത്തിൽ വരാൻ പറ്റില്ലല്ലോ. ഈ സ്ഥലം അവരിൽ നിന്നും സുരക്ഷിതമാണല്ലോ. സുഗ്രീവൻ പ്രതികരിച്ചു, പക്ഷേ എനിക്ക് ഭയമാകുന്നു ഹനുമാൻ. എനിക്ക് എൻ്റെ ഭയത്തിൽ നിന്നും രക്ഷ നേടാൻ പറ്റുന്നില്ല. ആ 2 അപരിചിതന്മാരെ കണ്ടില്ലേ? അവരുടെ കയ്യിലുള്ള ബലവത്തായ അമ്പും വില്ലും തിളങ്ങുന്ന വാളുകളും കണ്ടില്ലേ? എനിക്ക് ഉറപ്പാണ് ബാലി അവരെ വിട്ടതാണ് എന്നെ കൊല്ലാനായിട്ട്. ഹനുമാൻ പറഞ്ഞു, സാധാരണ വഴിപോക്കരായിരിക്കും അവർ. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, ഹനുമാൻ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവർ ആരാണെന്ന് കണ്ടുപിടിക്കൂ. ബാക്കി കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സുഗ്രീവൻ തന്നെ കൊല്ലാനായി ബാലി വിട്ടു എന്ന് വിചാരിച്ച 2 പേരുമായിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും. അവൻ്റെ ഭാഗ്യത്തിന് ഉത്തരവാദികളായി മാറിയത്. മറ്റുള്ളവരെക്കുറിച്ച് മുൻവിധികൾ എഴുതാനായിട്ടുള്ള ഈ ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ അത് എപ്പോഴും ചെയ്യും, ബോധത്തോടെയാണെങ്കിലും അല്ലെങ്കിലും. മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ മെനയുന്ന കഥകളുണ്ടല്ലോ, സത്യത്തിൽ നിന്നും വളരെ ദൂരെയുമായിരിക്കും. അമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾ പലരെക്കുറിച്ചും മുൻവിധി എഴുതുന്നു. ഒരിക്കൽ മുൻവിധി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. മഞ്ഞ കണ്ണാട് വെച്ച ഒരാൾക്ക് ലോകം മുഴുവനും മഞ്ഞയായി കാണും. ആ മുൻവിധിയുടെ കണ്ണാടുകൾ നമ്മൾ ഊരി വച്ചിട്ട് വേണം ഈ ലോകത്തിനെ നോക്കി കാണുവാൻ. അമ്മ ഒരു കഥ പറയാറുണ്ട്. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരമ്മ കുഞ്ഞുമകൾ ഓരോ കൈയിലും ഒരു ആപ്പിൾ പിടിച്ചു നിൽക്കുന്നത് കാണുകയാണ്. അവർ സ്നേഹത്തോട് ചോദിച്ചു, പൊന്നുമോളെ, എനിക്കൊരു ആപ്പിൾ തരുമോ? മോൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒരു ആപ്പിൾ എടുത്തു കടിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേ കയ്യിലുള്ള ആപ്പിൾ എടുത്തു കടിക്കാൻ തുടങ്ങി. അത് കണ്ടതോടെ അമ്മയുടെ മുഖം കറുത്തു. അവർക്ക് വല്ലാത്ത നിരാശ തോന്നി. എൻ്റെ മകൾക്ക് ഇത്രയും സ്വാർത്ഥതയോ? ആ സമയം തന്നെ മകൾ ഒരു ആപ്പിൾ, വലതേ കൈയുള്ള ആപ്പിൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഇത് കഴിച്ചോളൂ, ഇതിനാണ് മധുരം കൂടുതലുള്ളത്. അമ്മ പറയുന്നു, ആ അമ്മയ്ക്ക് സ്വന്തം മകളുടെ നിഷ്കളങ്കമായ പ്രേമം പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാമെന്നറിയോ? പരിമിതമായ വില ഇരുത്തലുകൾ കൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മുടെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് മനസ്സിലാകും നമ്മൾ സ്ഥിരം കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചും നമ്മൾ ഇടപഴകുന്ന ആളുകളെക്കുറിച്ചും. നമ്മൾ അവരുടെ ഓരോ പ്രവൃത്തിക്കും എന്തെങ്കിലും അർത്ഥം കൽപ്പിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അത് നമ്മൾ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ മെനഞ്ഞെടുക്കുന്ന അർത്ഥങ്ങളാണ്. യഥാർത്ഥത്തിൽ അവർ ചിന്തിക്കുന്നത് ആവണമെന്നില്ല. മിക്ക സമയത്തും അവരുടെ ചിന്തകളിൽ നിന്നും വളരെ അകലെയായിരിക്കും നമ്മുടെ കൽപ്പനകൾ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ പ്രായമായ ഒരു അമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ അമ്മയ്ക്ക് ഇടയ്ക്കിടെ ചെറുതായിട്ട് ചുമയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അന്നും അവർ ഇത്തിരി ചുമച്ചു. ഫേസ് മാസ്കിൻ്റെ പിന്നിൽ നിന്നുമുള്ള ചുമ കേട്ടപ്പോൾ അടുത്തുള്ള ഒരു സ്ത്രീ ഉടനെ തിരിഞ്ഞു നോക്കി. എവിടുന്നാണ് ഈ ചുമ വരുന്നതെന്ന് നോക്കി. എന്നിട്ട് എഴുന്നേറ്റ് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഉടനെ ഞാൻ ചിന്തിച്ചു, ഏതാ വരുന്നു. ആ സ്ത്രീ വിചാരിച്ചിരിക്കും അമ്മയ്ക്ക് ചുമ ഉണ്ട്. കോവിഡ് ഉണ്ടോ ആവോ എന്നായിരിക്കും അടുത്ത ചോദ്യം.
നമ്മളോട് ഉടനെ എഴുന്നേറ്റ് പോകാൻ പറയും. അപ്പോൾ എനിക്ക് മറുപടി പറയേണ്ടി വരും, ഇത് യഥാർത്ഥത്തിൽ ഉള്ള ചുമയല്ല, ഈ അമ്മ എപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ചുമയ്ക്കും തൊണ്ട ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയെന്ന്. ആൾക്കാർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ പോരെ, നമുക്കൊന്ന് സ്വസ്ഥത തന്നുകൂടെ? എൻ്റെ മനോരഥം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു. ആ സ്ത്രീ നമ്മുടെ അടുത്ത് വന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കുപ്പി കസ്തൂരി ഗുളിക തന്നിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഈ അമ്മയ്ക്ക് ഇത് വേണ്ടി വരുമോ? ചിലപ്പോൾ ഇത് ഒരെണ്ണം വായിലിട്ടാൽ ചുമ നിൽക്കും. നോക്കൂ, ഞാൻ അവരെ എന്ത് മാതിരി തെറ്റിദ്ധരിച്ചുവെന്ന്. സുഗ്രീവനെപ്പോലെ ഞാൻ ആ സ്ത്രീയുടെ യഥാർത്ഥ ഉദ്ദേശ്യത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിച്ചു. ഒരു ദാക്ഷിണ്യമില്ലാതെ തന്നെ ഞാൻ തെറ്റായ നിഗമനത്തിലെത്തി. അവരോട് നീരസം തോന്നി. അങ്ങനെ കുറേ സമയം നമ്മൾ ഈ സ്വപ്നലോകത്തിൽ ചെലവഴിക്കുന്നില്ലേ? അത് നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലുകളിൽ നമുക്ക് അവരോട് യഥാർത്ഥത്തിലുള്ള സ്നേഹബന്ധം പുലർത്തുവാനാകാതെ വരും. അമ്മ പറയും, ഈ മുൻവിധികൾ കാരണം മനുഷ്യർ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇടപഴകുന്നത്, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ആസ്വദിക്കാൻ പറ്റില്ല. അവരും ചേർന്നുള്ള നിമിഷങ്ങൾ ഒരിക്കലും ആസ്വദിക്കാൻ യഥാർത്ഥത്തിൽ പറ്റുന്നില്ല. തുറന്ന മനസ്സ് നമുക്കുണ്ടാകണം. എല്ലാ വ്യക്തിയെയും എല്ലാ സാഹചര്യത്തിനെയും അതുപോലെ തന്നെ സ്വീകരിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ മാധുര്യം നുകരും. നമുക്ക് എല്ലാവർക്കും ആ വിശാലമായ മനസ്സ് ഉണ്ടാകട്ടെ. മുൻവിധികൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ് അസ്വസ്ഥമാകാത്ത മനസ്സ്. അതിനായി കൃപ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓം അമൃതേശ്വരിയേ നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. रामनारायणम् अच्युतं केशवं रामनारायणम्.